തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ കുത്തൊഴുക്കിൻ്റെ കാലമാണ്. എന്നാൽ ഈ വാർത്തകളുടെ കുത്തൊഴുക്കിലും നമ്മുടെ ശ്രദ്ധ ആവശ്യപ്പെടുന്ന ചില സംഭവങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്തയാണ്. അയർലൻഡ്, നോർവേ, സ്പെയിൻ എന്നീ 3 യൂറോപ്യൻ രാജ്യങ്ങൾ പാലസ്തീനെ ഔപചാരികമായി അംഗീകരിക്കുവാൻ തീരുമാനിച്ച വിവരമാണ്. പാലസ്തീൻ എന്ന രാജ്യത്തിന് ആദ്യമായല്ല ഇത്തരത്തിലൊരു അംഗീകാരം വരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഐക്യരാഷ്ട്രസഭയിലെ 193 അംഗരാജ്യങ്ങളിൽ 143 രാജ്യങ്ങളും പാലസ്തീൻ എന്ന രാജ്യത്തെ അംഗീകരിച്ചവയാണ്. പാലസ്തീന് അംഗീകാരം നൽകാത്ത രാജ്യങ്ങൾ അമേരിക്ക, വെസ്റ്റേൺ യൂറോപ്പിലെ പ്രമുഖ രാജ്യങ്ങൾ എന്നിവ ചേർന്നതാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ അയർലൻഡിൻ്റെയും നോർവേയുടെയും സ്പെയിനിൻ്റെയും തീരുമാനം പ്രധാനമാകുന്നത്. കാരണം അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യമായ നാറ്റോയുടെ, അത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അഥവാ നാറ്റോയിലെ അംഗങ്ങളാണ് ഈ 3 രാജ്യങ്ങൾ. ഈ നാറ്റോയിലെ അംഗരാജ്യങ്ങൾ ഇതാദ്യമായാണ് പാലസ്തീനെ അംഗീകരിക്കുന്നത്. ഈ തീരുമാനം വരുന്നത് കഴിഞ്ഞ മറ്റൊരു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു തിരിച്ചടി വന്ന ഒരു തീരുമാനത്തിൻ്റെ തൊട്ടുപുറകിലാണ്. അതായത് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതി ICC ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോം ഗാലന്റിനും എതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച വാർത്ത 2 ദിവസത്തിന് മുമ്പ് വന്നിരുന്നു. അതിൻ്റെ തൊട്ട് പിന്നാലെയാണ് മെയ് 22-ാം തീയതി, അതായത് ഇന്നലെ, അയർലൻഡും നോർവേയും സ്പെയിനും പാലസ്തീനെ ഔപചാരികമായി അംഗീകരിക്കുവാനായി തീരുമാനിച്ചത്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഈ തീരുമാനം ഇസ്രയേലിൽ കടുത്ത നീരസത്തിന് ഇടയാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇസ്രയേലിൻ്റെ ഔദ്യോഗിക പ്രതികരണം ഭീകരവാദത്തിന് പ്രതിഫലം നൽകുന്ന നടപടിയാണ് ഈ രാജ്യങ്ങൾ സ്വീകരിച്ചത് എന്നാണ്. എന്ന് മാത്രമല്ല, ഈ 3 രാജ്യങ്ങളിൽ നിന്നുള്ള ഇസ്രയേലിൻ്റെ അംബാസഡർമാരെ അവർ തിരിച്ചു വിളിക്കുകയും അവരുമായിട്ട് ഡിപ്ലോമാറ്റിക് ബന്ധങ്ങൾ വിച്ഛേദിച്ചിട്ടില്ല, ഔപചാരികമായി വിച്ഛേദിച്ചിട്ടില്ല. പക്ഷേ ആ 3 അംബാസഡർമാരെ ഇസ്രയേലിലേക്ക് തിരിച്ചു വിളിച്ചിട്ടുണ്ട്. കൂടുതൽ ചർച്ചകൾക്കായിട്ടാണ് തിരിച്ചു വിളിച്ചതെന്നാണ് ഇസ്രായേൽ പറഞ്ഞിട്ടുള്ളത്. ബന്ധം ഔപചാരികമായി വിച്ഛേദിക്കുന്ന കാര്യം അവരിതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇസ്രായേലിനെതിരായ ഈ തീരുമാനം വരുന്നത് ഈ ഗാസയിൽ നടക്കുന്ന, ഈ പാലസ്തീൻ വംശജർക്കെതിരെ ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അതായത് ഒക്ടോബർ 7 ഹമാസ് എന്ന് പറയുന്ന പാലസ്തീൻ സായുധ സംഘം ഇസ്രയേലിൽ നടത്തിയ ആക്രമണം മുതൽ കഴിഞ്ഞ 5-6 മാസമായി ഇസ്രയേൽ ഗാസ മുനമ്പിലേക്ക് നടത്തുന്ന, പാലസ്തീൻ വംശജർക്കെതിരെ നടത്തുന്ന ആക്രമണം അന്താരാഷ്ട്ര മര്യാദകളെയും യുദ്ധത്തിൻ്റെ എല്ലാ മര്യാദകളെയും ലംഘിക്കുന്ന ഒരു മനുഷ്യഹത്യയായി മാറി എന്ന് പറയുന്ന വലിയ ആരോപണമല്ല, വലിയൊരു ഇത് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ പറയുന്ന തീരുമാനം ഈ 3 രാജ്യങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളത്. ആ തീരുമാനം വരുന്നതിൻ്റെ, അല്ലെങ്കിൽ പാലസ്തീനെ ഔപചാരികമായി അംഗീകരിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു കാര്യം ഇവിടെ ഉണ്ടായിരുന്നു. അതായത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ICC, ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, ഈ പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനും പ്രതിരോധ മന്ത്രി ഗാലന്റിനും എതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. അത് മനുഷ്യഹത്യ അടക്കമുള്ള യുദ്ധക്കുറ്റങ്ങൾ നടത്തി എന്ന പേരിലാണ് ഈ വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇസ്രായേൽ പ്രധാനമന്ത്രിക്കും പ്രതിരോധ മന്ത്രിക്കും ഒപ്പം ഹമാസിൻ്റെ 3 നേതാക്കൾ, ഒന്ന് ഇസ്രായേലിന് അല്ലെങ്കിൽ ഗാസയ്ക്ക് പുറത്തുള്ള ഒരാൾക്കും ബാക്കി 2 പേർക്കും എതിരെയാണ് ഈ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇസ്രായേലിനെതിരെയുള്ള അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതിനെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇസ്രായേലും അമേരിക്കയും വളരെ രൂക്ഷമായാണ് അതിനോട് പ്രതികരിച്ചിരുന്നത്. അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞത് ഔട്ട്റേജിയസ് ആയ ഒരു തീരുമാനമാണ് ഈ അറസ്റ്റ് വാറണ്ട് എന്ന് ബൈഡൻ പറഞ്ഞത്. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ്റെ സങ്കടം ഹമാസിനെയും ഇസ്രായേലിനെയും തുല്യ നിലയിൽ പരിഗണിച്ചു എന്നതിലായിരുന്നു. ഏതായാലും ഈ തീരുമാനത്തെ ഇസ്രായേൽ കഠിനമായി അപലപിക്കുകയും എന്ന് മാത്രമല്ല അത്
ഒരു അവരുടെ സ്ഥിരം ഒരു നിലയിൽ അത് ജൂത വിരുദ്ധമായിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം ഇസ്രയേലിനെതിരായിട്ടുള്ള ഏതു വിമർശനവും ആൻറ്റി സെമറ്റിക് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജൂത ജനതയോടുള്ള, ജൂത വംശത്തിനോടുള്ള ഒരു വിരോധം എന്നുള്ള നിലയിലാണ് ഇസ്രയേൽ അവതരിപ്പിക്കുന്നതും, അല്ലെങ്കിൽ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും മുന്നോട്ട് വയ്ക്കുന്ന വാദം. ഇതേ നിലയിൽ തന്നെയാണ് പ്രത്യേകിച്ച് അമേരിക്കൻ സർക്കാരും ഇസ്രയേല് അനുകൂലമായിട്ടുള്ള അമേരിക്കയിലെ വലതുപക്ഷ സംഘടനകളും വലതുപക്ഷക്കാരായ രാഷ്ട്രീയക്കാരും എല്ലാം തന്നെ ICCയുടെ ഈ തീരുമാനത്തെ ശക്തമായ ഭാഷയിൽ അപലപിച്ചിട്ടുണ്ടായിരുന്നു. അമേരിക്കയിലെ ഒരു സെനറ്ററായിട്ടുള്ള ലിൻസേ ഗ്രഹാം പറഞ്ഞത് ICC എന്ന് പറയുന്ന സ്ഥാപനത്തിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്ന തരത്തിലുള്ള നടപടികൾ, അതായത് സാങ്ഷൻസ് ഏർപ്പെടുത്താനായി അവർ പരിശ്രമിക്കുമെന്നാണ്. ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ, ഐക്യരാഷ്ട്രസഭയടക്കമുള്ള അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ അവരൊരിക്കലും മുഖവിലക്കെടുക്കാറില്ല. കാരണം തീർത്തും അവഗണിക്കുകയാണ് അവരുടെ രീതി. അതുകൊണ്ട് തന്നെ ICCയുടെ ഇപ്പോഴത്തെ തീരുമാനത്തെയും അവർ പൂർണ്ണമായും അവഗണിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അതിൻ്റെ എല്ലാ സൂചനകളും അവർ നൽകി കഴിഞ്ഞു. കഠിനമായ ഭാഷയിൽ ICCയുടെ തീരുമാനത്തെ അവർ അപലപിച്ചിട്ടുണ്ട്. ഇസ്രായേലിനെ നിരന്തരം സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളും ഈ തീരുമാനത്തെ അപലപിച്ചിട്ടുണ്ട്. മറ്റ് പ്രമുഖ രാജ്യങ്ങൾ, അതായത് ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങൾ ഈ കാര്യത്തിൽ ഇതുവരെ നിശബ്ദതയാണ് പുലർത്തിയിട്ടുള്ളത്. കാര്യമായ പ്രതികരണങ്ങൾ അവിടെ നിന്ന് വന്നിട്ടില്ല. അതേസമയം റഷ്യ ICCയുടെ തീരുമാനത്തെ കുറിച്ച് കാര്യമായി ഒന്നും പ്രതികരിച്ചില്ലെങ്കിലും ICCയുടെ തീരുമാനത്തെ അമേരിക്ക അപലപിച്ചതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. അമേരിക്ക എന്തിനാണ് ഇത്രയും കർശനമായ, ഇത്രയും ശക്തമായ നിലയിൽ ICCയുടെ തീരുമാനത്തെ അപലപിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് റഷ്യയുടെ ഔദ്യോഗിക വക്താവ് പ്രതികരിച്ചത്. അതേസമയം റഷ്യയും ഈ പറയുന്ന ICCയുടെ തീരുമാനങ്ങളെ അംഗീകരിക്കുന്ന ഒരു രാജ്യമല്ല. നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെതിരെ തന്നെ ICC ഇതുപോലൊരു അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഉക്രൈനിലെ യുദ്ധക്കുറ്റത്തിൻ്റെ പേരിലാണ് പുടിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ICCയുടെ ഈ തീരുമാനങ്ങൾ ഏത് നിലയിലാണ് ബാധിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് ഈ അവസരത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. ലോകത്തിലെ 124ഓളം രാജ്യങ്ങളാണ് ICCയുടെ ഇതിനെ അംഗീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അമേരിക്ക, റഷ്യ, ചൈന, ഇന്ത്യ, ഇന്തോനേഷ്യ, സൗദി അറേബ്യ തുടങ്ങിയ പ്രമുഖ രാജ്യങ്ങൾ ഒന്നും തന്നെ ICCയുടെ ഇതിനെ അംഗീകരിക്കുന്നവരല്ല. അപ്പോൾ അമേരിക്ക ICCയുടെ സ്ഥാപക രാജ്യങ്ങളിലൊന്നാണ് അമേരിക്കയെങ്കിലും അമേരിക്കൻ കോൺഗ്രസ് ICCയുടെ ചട്ടങ്ങളും നിയമങ്ങളും ഒന്നും തന്നെ അംഗീകരിച്ചിട്ടില്ല, റാറ്റിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ICCയുടെ തീരുമാനങ്ങൾ പെർസെ അമേരിക്കയ്ക്ക് ബാധകമല്ല. ഇസ്രയേലും അതുപോലെ തന്നെ ICCയെ അംഗീകരിക്കുന്നതല്ല. ICCയുടെ തീരുമാനങ്ങൾ ഇസ്രയേലിന് ബാധകമല്ല എന്ന് വളരെ ഓപ്പണായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ICCയെ അംഗീകരിക്കാത്ത രാജ്യങ്ങൾക്ക് അവരുടെ തീരുമാനങ്ങൾ ബാധകമല്ല. പക്ഷേ യൂറോപ്യൻ യൂണിയനിലെ അംഗരാജ്യങ്ങൾ അടക്കമുള്ള 124 രാജ്യങ്ങൾ ICCയുടെ തീരുമാനത്തെ അല്ലെങ്കിൽ ICCയെ അംഗീകരിക്കുന്നവരാണ്. അപ്പോൾ അത്തരം രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഈ പറയുന്ന ICCയുടെ വാറണ്ട് നേരിടുന്ന രാജ്യങ്ങളിലെ രാജ്യത്തലവന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇസ്രയേലിലെ പ്രധാനമന്ത്രി നെതന്യാഹുവിനോ അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രി ഗാലന്റിനോ ഈ പറയുന്ന 124 രാജ്യങ്ങളിലേക്കുള്ള യാത്ര നടത്തുന്നതിനുള്ള ബുദ്ധിമുട്ടുകളേക്കാൾ ഇസ്രയേൽ നേരിടുന്ന ഒരു ധാർമ്മിക പ്രതിസന്ധി, ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം നേരിടുന്ന ഒരു ധാർമ്മിക പ്രതിസന്ധിയാണ് ഒരു പക്ഷേ ഈ തീരുമാനത്തെ പ്രസക്തമാക്കുന്ന ഘടകം. കാരണം ഈ യാത്രാ വിലക്കുകളും അല്ലെങ്കിൽ യാത്രാ കാര്യങ്ങളോ ഒന്നും തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ അത്രയും സുപ്രധാനമായ കാര്യങ്ങളല്ല. ഇപ്പം നമുക്കറിയാം, റഷ്യൻ പ്രസിഡന്റ് പുടിനെതിരെ ഈ പറയുന്ന വാറണ്ട് ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് വേണ്ടുന്ന രാജ്യങ്ങളിലെല്ലാം തന്നെ യാത്ര നടത്തുന്നുണ്ട്. ഈ ഗാസ യുദ്ധത്തിന് ശേഷം പ്രത്യേകിച്ച് ഗാസയിൽ നടക്കുന്ന ഒരു ജനഹത്യ അല്ലെങ്കിൽ വംശഹത്യ എന്ന് വിളിക്കുന്ന തരത്തിൽ ഉള്ള ഇസ്രയേൽ ആക്രമണം ലോകവ്യാപകമായി തന്നെ ഇസ്രയേലിനെതിരെ ഒരു വലിയ വികാരമുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനങ്ങളാണ് ICCയുടെ തീരുമാനവും. ഇന്നലെ
മൂന്ന് രാജ്യങ്ങൾ, നാറ്റോയിലെ അംഗങ്ങളായ 3 രാജ്യങ്ങൾ പാലസ്തീനെ അംഗീകരിക്കാനുള്ള നടപടികളിലൂടെ സാധിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഐക്യരാഷ്ട്രസഭയിലെ 193 രാജ്യങ്ങളിൽ 193 അംഗരാജ്യങ്ങളിൽ 143 രാജ്യങ്ങളും പാലസ്തീൻ എന്ന് പറയുന്ന സ്റ്റേറ്റിനെ അംഗീകരിക്കുന്നവരാണ്. പാലസ്തീനെ അംഗീകരിക്കാത്തവർ ഈ അമേരിക്ക, പ്രമുഖ പാശ്ചാത്യ രാജ്യങ്ങൾ, സൗത്ത് കൊറിയ, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളാണ്. അതിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം തന്നെ ഒരു പഴയ കൊളോണിയൽ സാമ്രാജ്യത്വ രാജ്യങ്ങളോ അവയുടെ പിണിയാളുകളായ അല്ലെങ്കിൽ അവരുടെ പാർശ്വവർത്തികളായ രാജ്യങ്ങളോ ആണ്. ഈ രാജ്യങ്ങളൊഴികെ ബാക്കിയുള്ള ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും ദക്ഷിണാമേരിക്കയിലെയും പ്രമുഖ രാജ്യങ്ങളെല്ലാം തന്നെ, അതായത് ലോകത്തിൻ്റെ ഒരു പ്രധാന ഭാഗങ്ങളെല്ലാം തന്നെ, ഭൂരിഭാഗം പ്രദേശങ്ങളും അംഗീകരിക്കുന്ന ഒരു രാജ്യമാണ് പാലസ്തീൻ. അപ്പോൾ പാലസ്തീനെ അംഗീകരിക്കാത്തത് അല്ലെങ്കിൽ ഈ സെറ്റിലർ കൊളോണിയൽ രാഷ്ട്രീയത്തെ പിൻപറ്റുന്ന രാജ്യങ്ങളാണ് ഇസ്രായേലും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവരും. ആ ഒരു കാഴ്ചപ്പാട്, ആ ഒരു വീക്ഷണം ലോകമാകെ വ്യാപകമായി വളരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് വേണം ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ ഈ തീരുമാനത്തെയും, അതായത് നെതന്യാഹുവിനും പ്രതിരോധ മന്ത്രി ഗാലന്റിനും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാനുള്ള തീരുമാനത്തെ കണക്കിലെടുക്കേണ്ടത്. അതുപോലെ തന്നെ യൂറോപ്യൻ ഇതിലെ നാറ്റോ സഖ്യത്തിലെ 3 രാജ്യങ്ങൾ ഇസ്രായേലിനെ അലോസരപ്പെടുത്തുന്ന രീതിയിൽ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിക്കാനായിട്ടുള്ള തീരുമാനമെടുത്തതിനെ നമുക്ക് കാണേണ്ടത്. ഇത് എല്ലാം തന്നെ ഈ ലോക രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ശാക്തിക ചേരികളിൽ തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്താൻ ഇടയുള്ള ചില സംഭവവികാസങ്ങളുടെ മുന്നറിയിപ്പായിട്ട് നമുക്ക് കണക്കിലാക്കേണ്ടി വരും.